അങ്ങനെ 2024 ഏകദേശം കഴിയാറായി. ഇനി കുറച്ച് ദിവസം കൂടെയല്ലേ ഉള്ളൂ. എൻ്റെ 2024 നല്ല കട്ട ശോകമായിരുന്നു. ശോകം മീൻസ് 24 മണിക്കൂർ എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഹോസ്പിറ്റലായിരുന്നു. ഇതേ കമ്പനിക്ക് എൻ്റെ ഹസ്ബൻഡും ഉണ്ടായിരുന്നു, മോളും ഉണ്ടായിരുന്നു. ഒരാളുടെ കഴിയുമ്പോൾ ഒരാൾ, അത് കഴിയുമ്പോൾ വേറൊരാൾ. അങ്ങനെ ഹോസ്പിറ്റൽ ടു ഹോസ്പിറ്റലായിരുന്നു. പല്ലും എല്ലും പനിയും എല്ലാമായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ കയറി അങ്ങോട്ട് ഇറങ്ങി. പിന്നെ എന്താ ഈ വർഷത്തെ പ്രത്യേകത? എല്ലാ വർഷത്തെ പോലെ തന്നെ എൻ്റെ കാര്യങ്ങളിൽ അങ്ങനെ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എല്ലാ വർഷവും എഴുതണ പോലെ കഴിഞ്ഞ വർഷവും ഈ വർഷം അച്ചീവ് ചെയ്യാനുള്ള കുറേ ഗോൾസൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ ജോബ് എന്ന് പറഞ്ഞൊരു സംഭവം മാത്രം നമ്മളൊന്ന് ടിക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് ബക്കറ്റ് ലിസ്റ്റ് ഉണ്ട്, ഒന്നും ടിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇതൊക്കെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പുതിയ 2025 കലണ്ടറിൽ നമ്മളങ്ങോട്ട് എഴുതി വെക്കും. ഹോസ്പിറ്റൽ സെനാരിയോ കൊണ്ട് മനസ്സിലായ ഒരു കാര്യമുണ്ട്, എന്തുണ്ടായിട്ടും കാര്യമില്ല, ഹെൽത്താണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ആരോഗ്യമുള്ള സമയത്ത് ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും എന്ത് സാക്രിഫൈസ് ചെയ്തിട്ടായാലും നേടിയെടുക്കാനുള്ള ആ ഒരു കരുത്ത് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വർഷമാവട്ടെ.